2018 i20 തരാൻ പോകുന്നത് 4 ലക്ഷം രൂപ. 2017 25,000 കിലോമീറ്റർ ഓടിച്ച ആൾട്ട് 2.5 കൊടുക്കും. നിങ്ങൾ കൊടുക്കും. ഓക്കെ, അടിപൊളി. നിങ്ങൾക്കുള്ള ഓഫർ ഷിയാസ് 2016 ഡീസൽ എവിടെയും കിട്ടാത്ത പ്രൈസൊക്കെ 2016 സിംഗിൾ ഓൺഷിപ്പ് 5,25,000 രൂപയ്ക്ക് ഓഫർ അല്ലേ ഷിജിം ബ്രോ? ഇങ്ങോട്ട് വരി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അടിപൊളിയല്ലേ? മാക്സിമം ഓഫർ, കാർ ഇങ്ങനെ വിറ്റയക്കലല്ലേ അമ്പൻ ഓഫർ. 2018 i20 അല്ലേ? എത്ര കൊടുക്കുക? 4 ലക്ഷം രൂപയ്ക്ക് 2018 i20 കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ സ്വിഫ്റ്റ് വരുന്നുണ്ട് 2019 ഓട്ടോമാറ്റിക്. 2019 ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിന് 5,75,000 രൂപയ്ക്ക് റീപ്ലേസ്മെന്റ് എന്നുള്ള വണ്ടി അല്ല കേട്ടോ. ഇനി അതേപോലെ തന്നെ ഒരു ക്രൂയിസ് വരുന്നുണ്ട്, ചെക്കന്മാർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു കപ്പർ പോലത്തെ അല്ലേ, ഒരു കപ്പർ പോലത്തെ ഒരു അടാറായിട്ട് അങ്ങ് തരാൻ പോകുന്നത് എത്രക്ക്? 1,75,000 രൂപയ്ക്ക്. എങ്ങനെ ഓഫർ അല്ലേ? ബാക്കി കാര്യങ്ങൾ നോക്കല്ലേ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഷിജിം ബ്രോ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കും. മാക്സിമം കൊടുക്കും. സ്പോട്ട് എവിടെ വരുന്നത്? മലപ്പുറം, പെരിന്തൽമണ്ണ, രാമപുരം. മലപ്പുറം, പെരിന്തൽമണ്ണ, രാമപുരത്താണ് നമ്മളുള്ളത്. ഒരുപാട് കാറുകളൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റി വണ്ടികൾ നല്ല ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ആൾട്ടർനറൊക്കെ നല്ല ഓഫർ പറഞ്ഞിട്ടുണ്ടല്ലോ. ആൾട്ടർനറൊക്കെ മാക്സിമം റേറ്റ് കുറച്ചിട്ട്, പിന്നെ അതേപോലെ തന്നെ ക്രെറ്റ വരുന്നുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ അണ്ടർ കോട്ടിങ്, അതുപോലെ തന്നെ പോളിഷ്, സെറാമിക് ഒക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരൊറ്റ കാര്യം, എവിടുന്ന് വണ്ടി എടുക്കാനും പൂർണ്ണമായി അവർ ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഷിയാസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടത് അതിലേക്ക് തന്നെ പോവാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഷിയാസിനാണ് തുടങ്ങാം. ഡീസലാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 16 ZDI ഡീസൽ. ഓൺഷിപ്പ് ആയിരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,10,000. 1,10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ പോളിഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 5,40 നമ്മൾ ചോദിക്കുന്നത്. ചോദ്യം അവിടെ നിൽക്കട്ടെ, നമ്മളെ പ്രൈസ് 5,25 കൊടുക്കാം. 5,25,000 രൂപയ്ക്ക് സിയാസ് ZDI ഡീസലാണ്. അലോയി കാര്യങ്ങളൊക്കെ വേറെ ലെവല് മുതലാണ് കേട്ടോ വരുന്നത്. ഫുൾ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മേജർ സർവീസ് ഒക്കെ ചെയ്തു. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർ കോട്ടിങ്ങോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇവിടെ വരെ ഞങ്ങൾ എടുത്ത് ഇങ്ങനെ പോവാ. സിയാസ് 2016 ZDI 5,25 കേട്ടോ. ഈ ഒരു അമേസ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡൽ VX പെട്രോൾ ഫുൾ ഓപ്ഷൻ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 20,000 ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക കേരള വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 7,95,000. 7,95. ഫൈനൽ പ്രൈസ് 7,3 കൊടുക്കാം. 7,75,000 കൊടുക്കാം. 20,000 ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ക്രൂയിസ് വരുന്നുണ്ട്. അവർലൈസിന്റെ ക്രൂയിസ് വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2010 മോഡൽ നവംബർ വണ്ടി. 2010 നവംബർ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഓൺഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്ററോ? 1,30. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര കൊടുക്കും? നമ്മള് ഈ ഒരു കപ്പല് പോലത്തെ ഒരു വണ്ടി അല്ലേ? അതെ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല മെക്കാനിക് ആണെങ്കിലും നല്ല വണ്ടിയാണ്. നമ്മൾ നമുക്ക് എത്ര മൈലേജ് കിട്ടും? ഇതൊരു 17-18 മൈലേജ് ഉണ്ട്. ഡീസലിന് മൈലേജ് എന്തായാലും കിട്ടും. നമ്മൾ 1,90 ഒക്കെ ചോദിക്കുന്നത്, നമുക്കൊരു 1,75 കൊടുക്കും. 1,75,000 രൂപ ക്രൂയിസ് 2010 മോഡൽ ഈ ഒരു മുതൽ ഇവിടെ ഇറക്കാം. ഓക്കെ, ഈ ഒരു സിയാസോ 2015 മോഡൽ VDI പ്ലസ്. VDI ഡീസലാണ് വരുന്നത്. VDI പ്ലസ് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് 96,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ 5,95 ചോദിക്കുന്നത് 5,75 കൊടുക്കാം. 5,75. 2015 അല്ലേ? 15 ഒന്നും ഇല്ലാത്ത VDI പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടിയാഗോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2019 മോഡൽ വണ്ടി. 2019. ഏതാ ഓപ്ഷൻ വരുന്നത്? XZ. ഓൺഷിപ്പോ? സെക്കൻഡ്. കിലോമീറ്റർ 30,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ബോണറ്റ് ഉണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്ത് ഫുൾ ലോണിന് കൊടുക്കാം. ഫുൾ ലോൺ എത്ര പൈസ വരുന്നത്? 4 lakh. ഫുൾ ലോണിൽ നമ്മൾ ഇറക്കി കൊടുക്കും. ഫുൾ ലോണിൽ വണ്ടി ഇവിടെ ഇറക്കി കൊടുക്കും അല്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നതാണ് എത്തിയോസ് 13 ഡീസൽ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടി. 2013 ഡീസൽ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര വരുന്നത്? 1,30,000. 1,30. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമ്മൾ ചോദിക്കുന്ന വില 4,30. 4,30,000. നമുക്ക് 4 രൂപയ്ക്ക് റൗണ്ട് ആയി കൊടുക്കാം. 4 രൂപ റൗണ്ട് ആക്കിയിട്ട് കൊടുക്കും. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നതാണ് എത്തിയോസ്. 2014 മോഡൽ പെട്രോൾ ആണത്. 2014 പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ വരുന്നത് 80,000. സിംഗിൾ ഓണർ ആണ്, റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടി. ഹിസ്റ്ററി കാണാനൊക്കെ കറക്റ്റ് സർവീസ് ആണ്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 4,10,000 ആണ്. നമുക്കൊരു 3,85 ലാസ്റ്റ് കൊടുക്കാം. 4,10 ആണ് ലാസ്റ്റ്, 3,85 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഗിഫ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കേൾപ്പാന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ. സ്വിഫ്റ്റ് ഡിസയർ ആണ്. സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ ആണോ? ഡീസൽ ആണ്, സെക്കൻഡ് ഓണർ ആണ്, ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. കിലോമീറ്റർ വരുന്നത്? കിലോമീറ്റർ 1.30. 1.30. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. നമ്മൾ ചോദിക്കുന്നത് 4,400 ആണ്. നമുക്ക് 3,90 കൊടുക്കാം. 3,90. 2014 വണ്ടി. 2014 ഡിസയർ 3,90 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഡീസൽ. ഓക്കെ, ഈ ഒരു ഐറ്റം ഇത് 2014 മോഡൽ. ഇത് എക്സെന്റ് അല്ലേ വരുന്നത്? ഓക്കെ, എക്സെന്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? സെക്കൻഡ് ഓണർ ആണ്. 2014 അല്ലേ? 14 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. പെട്രോള് എസ് വേരിയന്റ് ആണ്. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? അത്യാവശ്യം ടയർ ഒക്കെ വരുന്നുണ്ട്. ചോദിക്കുന്ന വില 4,15,000 ആണ്. 3,90 കൊടുക്കാം. 3,90 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, സിയാസ് ഒരുപാട് വണ്ടി ഉണ്ടല്ലേ പ്രാവശ്യം? സിയാസ് ഇത് പെട്രോൾ ആണ്. 2 ഡീസലും ഒരു പെട്രോളും. ഇതേതാ മോഡൽ വരുന്നത്? 2018 മോഡൽ പെട്രോൾ. 2018 പെട്രോൾ. ഡെൽറ്റ. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് 1,10,000. 1.10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി, കാണാൻ ഫുൾ ഓൺ കൊടുക്കാം. എത്ര പ്രൈസ് വരുന്നത്? നമ്മൾ ചോദിക്കുന്ന 5.25 ആണ്. 5.5 കൊടുക്കാം. 5.25 ചോദ്യം. 5.5 കൊടുക്കാം. ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐറ്റം ഉണ്ടോ? ഈ വണ്ടി വരുന്നത് 2018 മോഡൽ മാഗ്ന പ്ലസ്. ഏതാ ഫ്യൂൽ ഏതാ വരുന്നത്? പെട്രോൾ. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് 1,12,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2018 പെട്രോൾ i20 4,60,000 കൊടുക്കാം. 4,60,000 രൂപയ്ക്ക് 5 ലക്ഷം ലോൺ കൊടുക്കാം. 5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ക്യാഷ് ബാക്കിന്റെ പരിപാടി 4.5 ഫുൾ ലോൺ ഇട്ട് കൊടുക്കും. 4.5. അതായത് 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 രൂപ വണ്ടി വിടുന്ന 18 വണ്ടി. ഇനി എന്താ കുറയാണ്ടോ? 4.5 കൊടുക്കാം. 4 ഫൈനൽ ആയിട്ട് 2018 i20 തരാൻ പോകുന്നത് 4 ലക്ഷം രൂപ മാക്സിമം. ഫുൾ ലോണും ചെയ്തു. ഓക്കെ, അടിപൊളി. ഈ ഒരു വാഗണർ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2013 മോഡല്. 2013. ഏതാ ഓപ്ഷൻ വരുന്നത്? 70,000 ഓടിയ സിംഗിൾ ഓണർ വണ്ടി. 70,000 കിലോമീറ്റർ അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? VXI. പ്രൈസ് ആണ് വരുന്നത്? 2,98,000 ചോദിക്കുന്നത്. 2,85. 2.85. 2013 മോഡൽ. 2013 VXI ആണ് വരുന്നത്. കിഡ് വരുന്നത് എത്ര സിസിയാ? ഇത് 800 cc. ഏതാ? RXT അല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2018 മോഡൽ. 2018. ഓണർഷിപ്പ് വരുന്നത് ഇത് തുറന്നില്ലേ? ഓക്കെ. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ. കിലോമീറ്റർ വരുന്നത് 70,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയ്ക്ക് 2018 സിംഗിൾ ഓണർഷിപ്പ്. 2019 കിഡ് 3 ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഈ ഒരു ഐറ്റം ഉണ്ടോ? ഇത് 2016 മോഡൽ ഡീസൽ സ്പോർട്സ്. 2016 ഡീസൽ സ്പോർട്സ്. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? 80,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമ്മൾ ചോദിക്കുന്ന 5.40 ആണ്. അത് നോക്കണ്ട. 5.10 കൊടുക്കും. 5.10 ലാസ്റ്റ് ഫൈനൽ കൊടുക്കും. ഫുള്ള് വിറ്റ് തീർക്കല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ആൾട്ടോ ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2017 മോഡല്. 2017. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 25,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരു ഡോർ ഉണ്ട്. അതിനനുസരിച്ചുള്ള പ്രൈസ് റേറ്റും ഉണ്ട്. 2018 പറഞ്ഞേ? 17 വണ്ടി. 25,000 ഓടിയ വണ്ടി നമ്മൾ കൊടുക്കാൻ പോണത് 2.5 കൊടുക്കും. 2017 25,000 കിലോമീറ്റർ ഓടിച്ച ആൾട്ടോ 2.5 കൊടുക്കും. 2.5 കൊടുക്കും. നിങ്ങൾ കൊടുക്കും? ഓക്കെ, അടിപൊളി. ഈ ഒരു ബലനോ? 2018 മോഡല്. 2018 സീറ്റ ഡീസൽ. റെഡ് കിളി. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. അല്ല, ഇന്ത്യയിൽ ഫുള്ള് റെഡ് ആണല്ലോ. ഒരു അട്രാക്ഷൻ സാധനമാണല്ലോ വരുന്നത്. കിലോമീറ്റർ എത്ര വരുന്നത്? കിലോമീറ്റർ വരുന്നത് 1,20,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമ്മൾ ചോദിക്കുന്ന 6,400 അത് നോക്കണ്ട. നമുക്കൊരു 6 രൂപ 5.90 കൊടുത്തു. 5.90 ഫൈനൽ ഡീസൽ ബലോന നിങ്ങൾക്ക് ഇവിടുന്ന് ആക്കി കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റ് എങ്ങനെ വരുന്നത്? 2015 മോഡല്. 2015 ഡീസൽ ആണോ പെട്രോൾ? ഡീസൽ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1 ലക്ഷം കറക്റ്റ്. 1 ലക്ഷം കറക്റ്റ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 4.5 കൊടുക്കാം. 4 ഫൈനൽ ആയിട്ട് കൊടുക്കാം. 2014 ഡീസൽ വണ്ടി 4 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ഓക്കെ, ഈ ഒരു ഐറ്റം ഇത് ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? 2015 മോഡല്. 2015 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. 40,000 ഓടിയിട്ടുള്ളൂ. 80 ഗിയർ ബോക്സ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ ചോദിക്കുന്ന വില 4,60,000 ആണ്. അത് നോക്കണ്ട. 4,40,000 കൊടുക്കാം. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. 80 ഗിയർ ബോക്സ് വരുന്ന വണ്ടി.
ഓക്കെ മാക്സിമം ലോൺ ചെയ്ത് ചെയ്ത് കൊടുക്കും. കൊടുക്കാം. ഓക്കെ ഈ ഒരു ആൾട്ടോ 17 മോഡല് 2017 LXI VXI LXI. LXI ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 1 ലക്ഷം. 1 ലക്ഷം. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 240. 240 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. ഓക്കെ ഈ ഒരു ആൾട്ടോ 2019. ഏത് ഓപ്ഷൻ വരുന്നത്? LXI ഓണർഷിപ്പ് വരുന്നത് സിംഗിള്. കിലോമീറ്ററോ? 90. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. നമ്മൾ 3.15 ചോദിക്കണത് 3 രൂപയ്ക്ക് ഫുൾ ലോൺ ഇട്ട് കൊടുക്കും. 3 റുപ്യക്ക് ഫുൾ ലോൺ ആക്കി ചെയ്ത് കൊടുക്കാം. അല്ല ഈ ഒരു TUBയോ? KUV ഇതേ പറഞ്ഞ 2018 നെക്സ്റ്റ് 2012 നെക്സ്റ്റ് ഫുൾ ഓപ്ഷൻ. ഓൺഷിപ്പ് ഫുൾ ഓപ്ഷൻ എല്ലാം വരും. ഹൈബ്രിഡ് അടക്കം വരുന്ന വണ്ടിയാണ്. ഓക്കെ ഹൈബ്രിഡ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. 5 സീറ്റർ അല്ലേ വരുന്നത്? 5 സീറ്റർ. അതെ 5 സീറ്റർ വരുന്നത്. 6 സീറ്റർ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ്. കിലോമീറ്റർ വരുന്നത് 45,000. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമ്മൾ ചോദിക്കുന്ന വില 3,95,000 ആണ്. അത് നോക്കണ്ട 3,75,000 കൊടുക്കും. 3,75 ഫുൾ ഓപ്ഷൻ ലാസ്റ്റ് കൊടുക്കും. 2018 കേട്ടോ. 2012 ഹൈബ്രിഡ് വണ്ടി 7 സീറ്റർ 6 സീറ്റർ. ഓക്കെ ഈ ഒരു ആണോ? അത് വേണ്ട. അത് പോയതാ. പിന്നെ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അവിടെ തന്നെ തുടങ്ങാം. ഓക്കെ സിജി ബ്രോ ഈ ഒരു എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഈ വണ്ടി 2014 മോഡലാണ്. 1000 cc ആണ്. 800 cc അല്ല മക്കളെ, 1000 cc ആണ്. കുറെ ആൾക്കാർ 1000 cc ആയിട്ട് തേടുന്നുണ്ട്. 1000 cc വണ്ടി 25,000 ഓടി വണ്ടിയാണ്. വെറും 25,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി. 2014 അല്ലേ പറഞ്ഞത്? 2014. ഏത് ഓപ്ഷൻ വരുന്നത്? മാഗ്ന പ്ലസ്. അതിലെന്നെയാണ് 1000 cc വരുന്നത്. ഓക്കെ പ്രൈസ് ആണ് വരുന്നത്? നമ്മൾ ചോദിക്കുന്നത് 240 ആണ്. നമുക്ക് 2.4 ഫൈനൽ കൊടുക്കും. 225 800 cc അല്ല 1000 cc ആയതുകൊണ്ടുള്ള പ്രൈസിലുള്ള വേരിയേഷൻ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു കിഡ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 മോഡല്. 2017 കിഡ്. ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 55,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 2,65,000 കൊടുക്കാം. 2,65,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു ഐറ്റൻഡിയോ? ഇത് 2019 മോഡല്. 2019 ഡീസൽ ആണോ പെട്രോൾ? മാഗ്ന പ്ലസ്. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ. കിലോമീറ്ററോ? കിലോമീറ്റർ വരുന്നത് 35,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. സീറ്റ് കവർ അലോയി കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി കണ്ടീഷൻ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. പ്രൈസ് എങ്ങനെ വരുന്നത്? 5,75,000. 5,500,000 കൊടുക്കാം. 5,50,000 ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഈ ഒരു സ്വിഫ്റ്റോ? സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2020 മോഡല്. 2020 ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. കിലോമീറ്റർ ഓടിക്കുന്നത് 96,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? നമ്മൾ ചോദിക്കുന്നത് 5,90,000 ആണ്. 20 വണ്ടി ഓട്ടോമാറ്റിക്. 19 വണ്ടി ഓട്ടോമാറ്റിക്. 2019 വണ്ടി ഓട്ടോമാറ്റിക്. 5,300,000 കൊടുക്കാം. 5,75,000 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓട്ടോമാറ്റിക്. മാക്സിമം ലോൺ ചെയ്ത് ഫുൾ ലോൺ. ഓക്കെ ഈ ഒരു ഐറ്റം ഈ ഒരു ബെലോനോ? അതെ 2021 മോഡല്. 2021 മോഡല് ബെലോനോ. ഏതോ ഫ്യൂൽ വരുന്നത്? പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ. കിലോമീറ്റർ 60. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മാഗ്ന അല്ലേ വരുന്നത്? അല്ല ഇത് ഡെൽറ്റ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് സ്വിഫ്റ്റിന്റെ ആ ഒരു റേഞ്ചിൽ കൊടുക്കാം. 21 സ്വിഫ്റ്റ് ഏകദേശം 6,300,000 വിൽക്കാം. ഈ വണ്ടി നമ്മൾ 6,00,000 കൊടുക്കും. 6,500 കൊടുക്കാം. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല കണ്ടീഷൻ വണ്ടി. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്ന ബെലാനോ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഡീസൽ. ബെലാനോ ഡീസൽ. ഏതാ മോഡല്? 2018 ഡീസൽ. 2018 ഡീസൽ. ഡെൽറ്റ വരുന്നത് സിംഗിൾ ഓണർ. കിലോമീറ്റർ വരുന്നത് 85,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 5,85,000. 5,80,000 കൊടുക്കാം. 80 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ഏകദേശം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐറ്റൻഡിയോ? ഇത് 2017 മോഡല്. 2017 മോഡല്. ഡീസലോ പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? ഫുള്ള് പക്ക വണ്ടിയാണ്. കിലോമീറ്റർ ഓട്ടം കുറവാണ്. ഏകദേശം 30,000 ഓടിയിട്ടുണ്ടാവുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 5,00,000 രൂപയ്ക്ക് കൊടുക്കാം. 5,00,000 രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്വിഫ്റ്റോ? 2009 വണ്ടി. 2009 പേപ്പർ എടുത്താണോ? പുതിയ റിന്യൂവൽ, പുതിയ ടാക്സ് എല്ലാം ഉള്ള വണ്ടി. 2,00,000 രൂപ കൊടുക്കാം. 2,00,000 രൂപയ്ക്ക്. അതായത് പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടി 2009 2029 വരെ പേപ്പറുള്ള ഡീസൽ പെട്രോളോ? VDI ഡീസൽ ആണ് വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. കിലോമീറ്റർ 150. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 2,00,000 രൂപ കൊടുക്കാം. 2,00,000 രൂപ കൊടുക്കാം. ബ്രോ ഈ ഒരു ക്രെറ്റ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 16 മോഡല്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസലാ. 2016 മോഡല് ഡീസൽ. ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് ആണ് ഏതാ വരുന്നത്? സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ. 2016 കറക്റ്റ് സർവീസ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങൾ കറക്റ്റ്. അല്ല മറിഞ്ഞതല്ലോ? ഉറപ്പല്ലേ?
100%. 2016 ക്രെറ്റ 40,000 കിലോമീറ്റർ ഓടിച്ച ക്രെറ്റ കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതും ഡീസലാണ് വരുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. നമ്മളെ സൺറൂഫ് വരാത്ത ടൈപ്പ് 18 ശേഷമാണ്. 18 ശേഷമാണ്. അതിന് മുമ്പുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പൈസ 9,25 കൊടുക്കാം. 9,25,000 രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ടയറും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാട്ടോ വരുന്നത്.